കഫേ UK ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UK-യിൽ ഇന്ന് നടന്ന സംഭവവികാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഋഷി സുനക് സർക്കാരിന്റെ അവസാന നാളുകളിൽ കൊണ്ടുവന്ന കർശനമായ വിസ നിയന്ത്രണങ്ങൾ ബ്രിട്ടനിലേക്കുള്ള കുടിയേറ്റം കുറയ്ക്കുന്നതായുള്ള പുതിയ കണക്കുകൾ പുറത്തുവന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും പഠിക്കുന്നതിനും ജോലി ചെയ്യുന്നതിനുമായി ബ്രിട്ടനിലേക്ക് എത്തുന്നവരുടെ എണ്ണം കുറയുന്നതായാണ് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നത്. 2023 നവംബറിൽ 6000-ലധികം സ്കിൽഡ് വർക്ക് വിസ ആപ്ലിക്കേഷൻസ് ലഭിച്ചപ്പോൾ 2024 നവംബറിൽ അത് വെറും 4000-ആയി കുറഞ്ഞു. ഏറ്റവും അധികം കുറവുണ്ടായത് ഹെൽത്ത് കെയർ വിസയുടെ കാര്യത്തിലാണ്. 2023 നവംബറിൽ 10,000-ലധികം ഹെൽത്ത് കെയർ വിസ ആപ്ലിക്കേഷൻ ലഭിച്ച സ്ഥാനത്ത് 2024 നവംബറിൽ വെറും 1900 വിസ ആപ്ലിക്കേഷൻസ് മാത്രമാണ് ഹോം ഓഫീസിന് ലഭിച്ചത്. ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരുന്നതിലുള്ള റെസ്ട്രിക്ഷൻസും സാലറി ത്രെഷോൾഡ് കൂട്ടിയതുമാണ് ഇതിന് കാരണം. ലണ്ടൻ ഭൂഗർഭ റെയിൽവേ യാത്രാ നിരക്കുകൾ മാർച്ച് മുതൽ 4.6% വർദ്ധിപ്പിക്കും. അതേസമയം ബസ് ട്രാം നിരക്കുകളിൽ വർധനവുണ്ടാകില്ലെന്ന് ലണ്ടൻ മേയർ സാദിഖ് ഖാൻ പറഞ്ഞു. ഗവൺമെന്റിന്റെ ബജറ്റിനെ തുടർന്ന് ഭാവിയിൽ പ്രധാന ഗതാഗത പദ്ധതികൾക്ക് ദേശീയ ഫണ്ടിംഗ് ഉറപ്പാക്കാൻ TfL ട്യൂബ് റെയിൽവേ നിരക്കുകൾ ദേശീയ റെയിൽ നിരക്കുകൾക്കനുസൃതമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. നിങ്ങൾ ഏത് മേഖലയിലൂടെയാണ് യാത്ര ചെയ്യുന്നത് എന്നതിനെ ആശ്രയിച്ച് 40 പെൻസ് മുതൽ 70 പെൻസിന്റെ വർധനവ് മാർച്ച് മുതൽ ഇനിയുണ്ടാവും. ബസ് ട്രാം നിരക്കുകൾ 1.75 പൗണ്ടായി തന്നെ തുടരും. 2016 മുതൽ തലസ്ഥാനമായ ലണ്ടനിൽ ബസ് ട്രാം നിരക്കുകൾ മരവിപ്പിക്കുന്നത് 6ാം തവണയാണ്. മറ്റേതൊരു പൊതുഗതാഗത സംവിധാനത്തെക്കാളും കൂടുതൽ ലണ്ടൻകാർ ബസ് ഉപയോഗിക്കുന്നു. അതുകൊണ്ടാണ് ട്രാം ബസ് നിരക്കുകൾ മരവിപ്പിക്കുന്നതെന്ന് ലണ്ടൻ മേയർ പറഞ്ഞു. സോണുകൾ 1, 2 എന്നിവിടങ്ങളിൽ മാത്രം യാത്ര ചെയ്യുന്നവർക്ക് 40 പെൻസിന്റെ അധിക ബാധ്യത വരും. അതുമൂലം മാർച്ച് മുതൽ പ്രതിദിന നിരക്ക് 8.90 പൗണ്ടായി ഉയരും. സോണുകൾ 1-നും 3-നും ഇടയിൽ യാത്ര ചെയ്യുന്ന ആൾക്ക് 50 പെൻസിന്റെ വർധനവ് മൂലം 10.5 പൗണ്ട് മാർച്ച് മുതൽ പ്രതിദിനം ചെലവഴിക്കേണ്ടി വരും. പാർക്കിലെ ബെഞ്ചിൽ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന NHS വർക്കറിനെ ബലാത്സംഗം ചെയ്തു കൊന്ന കേസിൽ പ്രതിക്ക് ജീവപര്യന്തം തടവ്. 37-കാരിയായ നതാലി ഷോട്ടറിനെ ലൈംഗികമായി പീഡിപ്പിച്ചു കൊന്ന 35-കാരനായ മുഹമ്മദ് ഐഡോയിനെയാണ് കുറഞ്ഞത് 10 വർഷം 8 മാസം തടവിന് ഓൾഡ് ബെയ്ലി കോടതി ശിക്ഷ വിധിച്ചത്. മുഹമ്മദ് ഐഡോ വീണ്ടും ബലാത്സംഗം ചെയ്തത് മൂലമുണ്ടായ ഹൃദയാഘാതം മൂലമാണ് നതാലി ഷോട്ടർ മരിച്ചതെന്ന് കോടതി കണ്ടെത്തുകയുണ്ടായി. ലൈംഗിക ബന്ധം ഉഭയസമ്മതപ്രകാരമാണ് നടത്തിയതെന്ന് മുഹമ്മദ് വാദിച്ചെങ്കിലും വിചാരണയെ തുടർന്ന് ഒക്ടോബറിൽ ബലാത്സംഗത്തിനും നരഹത്യക്കും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. വീക്കെൻഡ് നൈറ്റ് ഔട്ടിന് ശേഷം പാർക്കിൽ വെച്ച് പാസ് ഔട്ടായ നതാലി ഷോട്ടറിനെ മുഹമ്മദ് വീണ്ടും പീഡിപ്പിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള CCTVയിൽ പതിഞ്ഞിരുന്നു. ഡെലിവറി ടാർജറ്റുകൾ കൈവരിക്കാത്തതിന് റോയൽ മെയിലിന് 10.5 മില്യൺ പിഴ ചുമത്തി ഗവൺമെന്റ് റെഗുലേറ്ററായ ഓഫ്കോം. കഴിഞ്ഞ വർഷം ഇതേ കാരണത്തിന് 5.6 മില്യൺ പൗണ്ടാണ് പിഴ ചുമത്തിയിരുന്നത്. എന്നാൽ ഈ വർഷവും ഫലപ്രദമല്ലാത്ത നടപടികളാണ് സ്വീകരിച്ചതെന്ന് ഓഫ്കോം കുറ്റപ്പെടുത്തി. ഓഫ്കോം റെഗുലേറ്ററുടെ നിയമപ്രകാരം 93% ഫസ്റ്റ് ക്ലാസ് മെയിലുകൾ ആദ്യ ദിവസം തന്നെ വിതരണം ചെയ്തിരിക്കണം. 98.5% രണ്ടാം ക്ലാസ് മെയിലുകൾ 3 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഡെലിവർ ചെയ്തിരിക്കണം. ഓഫ്കോമിന്റെ അന്വേഷണത്തിൽ മാർച്ച് അവസാനം വരെയുള്ള കാലയളവിൽ കമ്പനിക്ക് 74.7% ഫസ്റ്റ് ക്ലാസ് മെയിലുകളും 92.7% സെക്കൻഡ് ക്ലാസ് മെയിലുകളും മാത്രമേ കൃത്യസമയത്ത് വിതരണം ചെയ്യാൻ സാധിച്ചുള്ളൂ. വെല്ലുവിളി നിറഞ്ഞ സാമ്പത്തിക സ്ഥിതിയും കഴിഞ്ഞ വർഷം നടന്ന സമരങ്ങളെല്ലാം തങ്ങളുടെ പ്രവർത്തനങ്ങളെ താറുമാറാക്കിയെന്നാണ് റോയൽ മെയിൽ നൽകുന്ന വിശദീകരണം. കൂടുതൽ UK, യൂറോപ്പ്, USA, ഓസ്ട്രേലിയൻ വാർത്തകൾക്കായി ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.